என்னம்மா இது? உங்களோட கையில் காசு டைட்டு தானே? அதுக்குள்ள எதுக்கம்மா മാലയെല്ലാം? അതൊരു ഒരു നൂല് പോലത്തെ മാല ഉണ്ടാവൂ. അപ്പൊ ശരവണന്റെ കാര്യം ഓക്കെ. ഇനി എന്റെ വൈഫിന് എന്താ വേണ്ടെന്ന് പറ. ആദ്യം എന്റെ ഭർത്താവിന്റെ ഐഡി കേക്കട്ടെ, പറ. അത് വേണ്ട, താനൊന്ന് പറഞ്ഞാ മതി. അതൊന്നും പറ്റില്ല, ഹരി തന്നെ ആദ്യം പറഞ്ഞാ മതി. എടോ പറ. ഇല്ല, ഹരി തന്നെ ആദ്യം പറഞ്ഞാ മതി. താൻ ആദ്യം പറയാതെ ഞാൻ ഈ അസുഖം എന്താണെന്ന് മനസ്സിലായ? ഇല്ല. ഇപ്പോ ഇവിടെ വെച്ച് ഇവർ രണ്ടുപേരും തല്ലുകൂടും. എന്നിട്ട് ചെന്നിരുന്നിട്ട് രണ്ടുപേര് രഹസ്യമായിട്ട് ആഗ്രഹങ്ങൾ ചോദിക്കാൻ വേണ്ടിട്ടാ. അത് നമ്മള് കേൾക്കാൻ പാടില്ല. ഏതാ അല്ലെ നിത്യ മോളെ? ഒന്ന് പോ അമ്മാവ, എന്റെ മനസ്സിലൊന്നും വരാനില്ല. അത് നിങ്ങൾ തനിച്ചിരിക്കുമ്പോഴേ താനെ മനസ്സിൽ വന്നോളൂ കേട്ടാ. എന്തായാലും മനസ്സിനിപ്പോ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. നമ്മളൊക്കെ ഇപ്പൊ മനസ്സറിഞ്ഞു ചിരിക്കുന്നുണ്ട്, അല്ലേ രാമകൃഷ്ണേട്ടാ? സുജാതെ, ഈ മനുഷ്യന്റെ കാര്യവും പ്രകൃതിയുടെ കാര്യവും ഒരുപോലെ തന്നെയാ. ചിലപ്പോ മഴക്കാറ് വരും, ചിലപ്പോ പൊള്ളുന്ന വെയില് വരും, ചിലപ്പോ കുത്തിയൊലിച്ച് വെള്ളപ്പൊക്കവും വരും. പക്ഷേ എന്തൊക്കെ കഴിഞ്ഞാലും അതിനുശേഷം ഒരു ശാന്തത വരും. ദാ നമ്മളിപ്പോ അനുഭവിക്കുന്നത് പോലെ. ശരിയല്ലേ? തീർച്ചയായിട്ടും ചെയ്യും. എടോ, ഇതൊക്കെ എന്റെ മനസ്സിലുള്ളതാ. നമുക്ക് ചുറ്റും വേദനിക്കാത്ത കുറെ ആളുകൾ ഉണ്ടാവണം. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് എന്തിനും ഞങ്ങളുടെ നന്മയുണ്ടെന്ന് പറയുന്നൊരു കാലമില്ലേ? അതാ എന്റെ സ്വപ്നം. നാളെ പോയി റിട്ടേൺസ് ഒക്കെ നോക്കട്ടെ, അപ്പൊ അറിയാം നന്മ ക്ലിക്കായോ ഇല്ലയോ എന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മളൊന്നിരിക്കുന്നു, ടോട്ടൽ പ്ലാൻ വർക്കൗട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടൊരു ഒറ്റ പോക്ക. അതെ, ഞാനേ ഈ ചില സിനിമകളിലൊക്കെ കാണില്ലേ, ഒരൊറ്റ പാട്ടിന്റെ ഇടയില് ഈ നായകനൊക്കെ വളർന്ന് വളർന്ന് കൊമ്പത്തൊക്കെ എത്തുന്നത്. അങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഒറ്റ പാട്ടുകൊണ്ട് നായകൻ മൂക്കുകുത്തി വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പാട്ട് വേണ്ട. ശരി, പാട്ട് വേണ്ട, നമുക്ക് ഓൺലി റിയാലിറ്റി. എന്ത് രസമാണോ താനിപ്പോ ഈ സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ. ഇങ്ങനെയൊക്കെയായിരുന്നു ജീവിതത്തെക്കുറിച്ചുള്ള എന്റെ പ്രതീക്ഷകള്. പക്ഷെ എവിടെ വെച്ച് മുറിഞ്ഞുപോയി. പിന്നെ വല്ലാണ്ട് ദുരിതമായിരുന്നു. അപ്പൊ ഈ പറയുന്നതൊക്കെ പുറത്തു വരൂ. ഉള്ളിൽ കരയുമ്പോ നല്ലൊരു വാക്ക് വരില്ല. ജീവിതത്തിൽ ഇപ്പൊ കരച്ചിലല്ല, പ്രതീക്ഷകൾ മാത്രമേ ഉള്ളൂ. ഐ എം ഹാപ്പി. ആണല്ലോ, ഉറപ്പല്ലേ? ഉറപ്പ്. ശരി, നേരെ ഒന്ന് വിളിക്കട്ടെ. ഹലോ. ഹലോ സാർ, ഞാൻ ഹരിയ, നന്മ പ്രോഡക്ട്സിന്റെ. ഹരി, ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കാതിരിക്കുമായിരുന്നു. അല്ല, ഇന്ന് പണം കളക്ട് ചെയ്യാൻ വരാൻ പറഞ്ഞിരുന്നു. അത് രാവിലെയാണോ വൈകുന്നേരമാണോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചത്. ഹരി, സത്യം പറഞ്ഞ നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇവിടെ കെട്ടിക്കിടക്കാണ്. ആളുകൾ വരുന്നുമുണ്ട്, നോക്കുന്നുമുണ്ട്. പക്ഷെ നിങ്ങളുടെ MRPക്ക് എടുക്കാൻ ആരും തയ്യാറില്ല. കൂടി വന്ന 1-2 കിലോ, വലുതായിട്ടൊന്നും ചെലവായിട്ടില്ലെന്നേ. അയ്യോ സാർ, ആളുകളൊന്ന് പൊരുത്തപ്പെട്ട് വരാനായിട്ട്. അതുവരെ എനിക്ക് ഷോപ്പില് ഇത്രയും സ്പേസ് കളയാൻ പറ്റുമോ? അതുമാത്രമല്ല, നിങ്ങളുടെ പ്രൊഡക്റ്റ് കണ്ട് മടങ്ങുന്നവര് വില കൂടുതലാണെന്ന് ഒരു വാക്ക് പറഞ്ഞാലേ, അത് നിങ്ങളുടെ പ്രൊഡക്റ്റിന് മാത്രമല്ല, എന്റെ സൂപ്പർ മാർക്കറ്റിൽ പൊതുവിൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണെന്നാവും. സാർ, അങ്ങനെയൊന്നും അല്ല. ബിസിനസ് ഹരി എന്നെ പഠിപ്പിക്കണ്ട. ഒരു കാര്യം ചെയ്താൽ മതി, ഈ സാധനങ്ങൾ വന്ന് തിരിച്ചെടുക്കാൻ നോക്ക്. ഈ പ്രൊഡക്റ്റ് വിറ്റതിന് ശേഷം പണം തന്നാ മതിയെന്ന് നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടു. അല്ല സാർ, എപ്പോഴാ നിങ്ങൾ വണ്ടി അയക്കുന്നതെന്ന് പറഞ്ഞാൽ മതി.
റമീസെ, ഞാൻ ഹരിയ നന്മയുടെ. ആ പറഞ്ഞോ. റമീസിന്റെ ഏർപ്പാടിൽ നമ്മളൊരു 5-10 സ്റ്റാളുകളിൽ പച്ചക്കറി കൊടുത്തിരുന്നല്ലോ. അതിന്റെ ഫണ്ട് ഇന്ന് കളക്ട് ചെയ്യേണ്ടതാ. താനൊന്ന് വിളിച്ച് പറയുമായിരുന്നെങ്കിൽ. എന്ത് ഫണ്ട് കളക്ട് ചെയ്യാനാ ഹരി? വിറ്റുപോയാലല്ലേ കാശ് കിട്ടൂ. നേരം വെളുത്തപ്പോ മുതല് ആ ഷോപ്പുകാരൻ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുക സാധനങ്ങൾ എടുത്തോണ്ട് പോവാൻ. ഹരി ഒരു വണ്ടി അയച്ചാലേ ഞാൻ സാധനങ്ങൾ കൊടുത്തുകൂടാ. മാത്രമല്ല എനിക്കിതിന്റെ ഇടനിലക്കാരനായിട്ട് നിൽക്കാൻ താല്പര്യമില്ല. അല്ല റമീസെ, നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതേ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ കുറെ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ബുദ്ധിമുട്ടുന്നത് ഞാനല്ലല്ലോ, നിങ്ങളല്ലേ. നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആളുകൾ സ്വീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കും. അപ്പൊ കച്ചവടം എത്ര വേണമെങ്കിലും ഞാൻ പിടിച്ചു തരാം. അതുവരെ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഹലോ, ഹരി, എടോ എനിക്കൊന്ന് പുറത്തു പോകണം. അതെന്താ പെട്ടെന്ന്? രാവിലെ പറഞ്ഞില്ലല്ലോ. അത് ഒരു അത്യാവശ്യ കാര്യമാണ്. എന്താന്ന് പറ. അല്ല, ഇതിപ്പോ താൻ അറിഞ്ഞാലും തന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമല്ല. താനിപ്പോൾ അത്രയും അറിഞ്ഞാൽ മതി.